നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള നേഴ്സിംഗ് കൗൺസിലിലേക്ക് നമ്മൾ ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് മാർക്സിനും അറ്റസ്റ്റേഷൻ ഓഫ് മാർക്സിനും അപേക്ഷ കൊടുക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ബസ്, IQS, സെസ് എന്നിവയിലേക്ക് PR പർപ്പസിനോ സ്റ്റഡി പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് മാർക്സും നമ്മുടെ മാർക്സ് അറ്റസ്റ്റേഷന് വേണ്ടി ചെയ്യേണ്ടത് എങ്ങനെയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലേക്കായി നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ നേഴ്സിംഗ് കൗൺസിലിലേക്ക് നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത്. ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്ക് വേണ്ട ആദ്യത്തെ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും നമ്മുടെ എല്ലാ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയും SLCയുടെ കോപ്പി, അതുപോലെ പാസ്പോർട്ടിൻ്റെ കോപ്പി, റിക്വസ്റ്റ് ലെറ്റർ, ഫീ അടച്ച എമൗണ്ടിൻ്റെ റെസിപ്റ്റ്. നമ്മൾ ബസ്സിലോ ICS, സെസ്സിലോ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അക്കാഡമിക് റിക്വസ്റ്റ് ഫോമും ഫില്ല് ചെയ്ത് ഇതിൻ്റെ കൂടെ ഡോക്യുമെൻസിൻ്റെ കൂടെ വയ്ക്കേണ്ടതാണ്. നമുക്കറിയാം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നമ്മൾ അപ്ഡേറ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ കോപ്പിയാണ് വയ്ക്കേണ്ടത്. നമ്മൾ അറ്റസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ മാർക്ക് ലിസ്റ്റിൻ്റെയും കോപ്പി നമ്മൾ അതിൻ്റെ കൂടെ വയ്ക്കേണ്ടതാണ്. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടി SLCയുടെ കോപ്പിയും ഡോക്യുമെൻസിൻ്റെ കൂടെ വയ്ക്കേണ്ടതാണ്. ബസ്സിൻ്റെ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് ഡോക്യുമെൻസിൻ്റെ കൂടെ നമ്മൾ സൈനെല്ലാം ചെയ്ത് നമ്മൾ വയ്ക്കണം. ഇനി അടുത്തതായിട്ട് റിക്വസ്റ്റ് ലെറ്റർ. നമ്മൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ റിക്വസ്റ്റ് ലെറ്റർ വയ്ക്കുന്നതിന് പർപ്പസായിട്ട് നമ്മൾ വിശദമായി തന്നെ അത് ഒരു റിക്വസ്റ്റ് ലെറ്റർ അതിൻ്റെ കൂടെ എഴുതി വയ്ക്കുക. ഫീ എമൗണ്ട് വരുന്നത് 2000 രൂപയാണ് വരുന്നത്. അത് അടച്ചതിന് ശേഷം ഫീ റെസിപ്റ്റും കൂടെ ഇതിൻ്റെ കൂടെ വയ്ക്കേണ്ടതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബസ്സിലേക്കോ സെസ്സിലേക്കോ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ കേരള നേഴ്സിംഗ് കൗൺസിൽ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിന് വിശദമായ കാര്യങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ താഴെ പറയുന്ന ആ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. വിശദമായി തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതാണ്.